പ്രവാസികൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ കാണുന്നതുണ്ടല്ലോ വലിയ അന്താരാഷ്ട്ര ചർച്ചകളോ ഒന്നുമല്ല. അതായത് നമ്മളൊക്കെ നാട്ടിൽ ലീവിന് പോകാനായിട്ട് വെക്കേഷന് പോകാനുള്ള ടൈമായി. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പർച്ചേസിങ്ങിനായിട്ട് വന്നിരിക്കുക. എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് നമുക്ക് എന്തൊക്കെ വാങ്ങണം, എങ്ങനെ വില പേശി. ഇതൊക്കെയാണ് പ്രവാസികളുടെ റിയൽ ആയിട്ടുള്ള ലൈഫ്. അപ്പം ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അതായത് പ്രവാസികളുടെ അവസ്ഥകൾ നയിപ്പോട് നയിപ്പ്. 2 കൊല്ലം 3 കൊല്ലം ഈ പ്രവാസ ജീവിതത്തിൽ കുടുംബവും നാടും ഒക്കെ വിട്ട് ഇവിടെ ഒന്ന് നയിപ്പോട് നയിപ്പ്. ഇത് കഴിഞ്ഞ് വെക്കേഷനായിട്ട് നാട്ടിലേക്ക് വരുന്ന സമയത്തുണ്ട് ഒരു വലിയ പർച്ചേസിങ്. അവർക്ക് കൊടുക്കാൻ ഇവർക്ക് കൊടുക്കാൻ, ഇതൊന്നും ഒരു കാര്യമില്ല. നമ്മളൊക്കെ ഇനിയും മനസ്സിലാക്കണം പ്രവാസികൾ കേട്ടോ. കാരണം നാട്ടിൽ ഇപ്പം ഭയങ്കര എക്സ്പെൻസായ ഒരു ലൈഫാണ് നാട്ടിൽ. ഇതിനൊക്കെ സാമ്പത്തികം തന്നെ വേണം. ഒരു നയിപ്പ് 2 വർഷം 3 വർഷം ഇവിടെ നിന്ന് നയിക്കുക, കുറച്ച് സേവ് ചെയ്ത് വെക്കുന്ന പൈസ ഉണ്ടാവും, അല്ലെങ്കിൽ അവസാനം ആ ലാസ്റ്റ് വരാനുള്ള മാസത്തിൽ കിട്ടുന്നൊരു ശമ്പളം ഉണ്ടാവും. ആ ശമ്പളമായിട്ട് പോകുക, അയൽവക്കക്കാർക്കും കുടുംബക്കാർക്കും ഒക്കെ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുക. ഇതെന്തർത്ഥമുള്ളത്? നമ്മൾ ഒരു മാസം നാട്ടിൽ ലീവിന് വെക്കേഷൻ വന്നിട്ട് ഒരു മാസം നമ്മൾ നാട്ടിൽ നിന്നിട്ട് നമുക്ക് എന്താ കിട്ടുന്നത്? നമ്മുടെ കയ്യിൽ നിന്ന് പിന്നെ എക്സ്പെൻസ് ആകുക തന്നെയല്ലേ. നമുക്ക് എന്താ ബാലൻസ് ഉള്ളത്? അപ്പം 1 കൊല്ലം 2 കൊല്ലം നിൽക്കാൻ വരുന്നവൻ 20 കൊല്ലവും 10 കൊല്ലവും 15 കൊല്ലവും ഒക്കെ ഇവിടെ ഇങ്ങനെ ഒരു ലൈഫിൻ്റെ പകുതി ഇവിടെ അങ്ങ് കളയും. എന്നിട്ട് ഒരു വലിയ രോഗിയായിട്ട് നാട്ടിൽ പോകും. എന്നിട്ട് പിന്നെ നാട്ടുകാരിൽ നിന്ന് പൈസ പിരിച്ചിട്ട് ചികിത്സിക്കേണ്ട അവസ്ഥ. ഇതൊക്കെ തന്നെയാണ് ഓരോ പ്രവാസിയുടെ അവസ്ഥ. അതുകൊണ്ട് ഇനിയെങ്കിലും മനസ്സിലാക്കുക. എത്ര പറഞ്ഞു കൊടുത്താലും എത്ര പറഞ്ഞാലും പ്രവാസികൾക്ക് മനസ്സിലാകത്തില്ല. പോകുമ്പം അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ കുടുംബക്കാരെന്ത് കരുതുമെന്ന് കരുതിയിട്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ മേടിക്കുക, എല്ലാവർക്കും കൊണ്ട് കൊടുക്കുക. അത് കൊടുത്തില്ലെങ്കിലാ പിന്നുണ്ടാവും അവിടെ പറയും ഇവിടെ പറയും, അവൻ വന്നിട്ട് നമുക്കൊന്നും തന്നില്ല, ഇവൻ വന്നിട്ട് നമുക്കൊന്നും തന്നില്ല. ഇതേ ബാലൻസ് ഉണ്ടാവുള്ളൂ കേൾക്കാൻ. അതുകൊണ്ട് ഇനിയെങ്കിലും പ്രവാസികൾ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് പഠിക്കുക കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. അതൊക്കെ നമ്മുടെ ഒരു സന്തോഷമാണ്. വരുമ്പോഴത്തേക്കും നമ്മുടെ കുടുംബക്കാർക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ അയൽവക്കക്കാർക്കൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കൊണ്ട് കൊടുക്കുക. അതൊക്കെ എല്ലാ പ്രവാസികളുടെയും ഒരു കരുതലാണ്. അത് ആ ഒരു സന്തോഷം കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ആ തരത്തിലാണ് മേടിക്കുകയും ഒക്കെ കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇനിയെങ്കിലുമൊക്കെ നമ്മളൊക്കെ കുറച്ച് മാറാനുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ.